ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറെല്ലാം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് നമുക്ക് പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോയിൽ പേപ്പർ വെച്ച് മൂടിയതിന് ശേഷം ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. സ്റ്റീമറോ ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേവിച്ചാലും മതിയാകും. ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് വേവിച്ചെടുക്കാം. കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ 25 മിനിറ്റ് വേവിക്കാൻ വെക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. നമ്മൾ ഒഴിച്ച വെള്ളം വറ്റിയിട്ടുണ്ടായില്ലെന്ന്, കുറവാണെങ്കിലും അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ വെന്ത് കാണത്തില്ല, കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.